ഹായ് ഫ്രണ്ട്സ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് ഈ മസാലക്കൂട്ടുകൾ കുഴച്ചെടുക്കുന്ന പാകത്തിന് ആവശ്യമായി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഇത് നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുക്കാം. ഇത് ഇങ്ങനെ നന്നായി കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഉണ്ടായിരുന്നു, ആ കോവയ്ക്കയും ഇട്ട് നന്നായി ഈ മസാലയായിട്ട് പുരണ്ടു വരുന്ന രീതിയിൽ നന്നായി കുഴയ്ക്കുക. ഇത് ഇങ്ങനെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, കാരണം ആ കോവയ്ക്കയിൽ ഉപ്പും മസാലയൊക്കെ നന്നായി പിടിക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിൽ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്കയില്ലേ, ആ കോവയ്ക്ക് കുറച്ച് എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. ഞാൻ കുറച്ച് കോവയ്ക്ക എണ്ണയിലിട്ടിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവണം കേട്ടോ. ചൂടായതിനു ശേഷം കോവയ്ക്ക ഇട്ടാൽ പെട്ടെന്ന് അത് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് കോവയ്ക്ക അതിനകത്തിട്ട് ഈ ഒരു സൈഡ് നല്ലതുപോലെ മുരിച്ചെടുക്കണം. മുരിച്ചെടുത്തതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിട്ട് ആ സൈഡ് നന്നായി മരിച്ചെടുക്കണം. 2 സൈഡ് നന്നായി മരിച്ചതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇതാ ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. അടുത്ത ആ ചൂടായി കിടക്കുന്ന എണ്ണയിൽ അടുത്ത കോവയ്ക്കയും കൂടെ ഇട്ട് വീണ്ടും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ കോവയ്ക്കയും ഫ്രൈ ചെയ്ത് ഇതാ ഇവിടെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ തയ്യാറായി. ഇത് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.